അൽഫാം ഷവർമ്മയുടെ കൂടെയൊക്കെ കിട്ടുന്നത് ഇതേപോലത്തെ മുളകില്ലേ? ഇതതിൻ്റെ കൂടെ കിട്ടിയല്ല കേട്ടോ. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം ട്ടോ. ആദ്യം തന്നെ നമ്മൾ പച്ചമുളക് എടുക്കുക. നല്ല നീളമുള്ള പച്ചമുളക്. കുറച്ച് എരിവ് കുറവാണെങ്കിൽ അത് നല്ലത്. അതിൻ്റെ മോൾഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയായിട്ട് ഒരു തുണിയിൽ വിരിച്ച് വെക്കുക, ഉണങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ നടുകിൽ ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുക. അപ്പം ഈ ഒരു ഉപ്പും മുളകിൻ്റെ ആ ഒരു പുളിയൊക്കെ രസമില്ലേ, അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് കീറി കൊടുക്കുന്നത്. നമുക്ക് ചോറിനൊക്കെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ മതി കേട്ടോ കഴിക്കാൻ. നല്ല പച്ചക്കറിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വല്ല എരിവും പുളിയുള്ളൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നൂലേ. മീൻകറി ഇല്ലാത്ത ദിവസം ഭയങ്കര പാടാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. എരിവൊക്കെ ഉള്ളൊരു മുളകൊക്കെ കടിക്കുകയാണെങ്കിൽ പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം ചൂടുവെള്ളം അവിടെ വെച്ചിട്ടുണ്ട്, തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് തിളച്ച് വരുമ്പം നമ്മൾ ഈ ഉണക്കി വെച്ചിട്ടില്ലേ, തുടച്ച് വൃത്തിയാക്കി കീറി വെച്ച പച്ചമുളക്, അപ്പം അത് ഈ ഒരു തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിട്ട് കൊടുക്കുക. അപ്പം വലിയ പാത്രം എടുക്കണമെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അത് തിളപ്പിച്ചിട്ട് വേണം നമുക്ക് എടുത്ത് വെക്കാൻ. ഇനി അതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള വിനാഗിരി ഒഴിക്കുക. അപ്പോൾ ഉപ്പിലിട്ട് എല്ലാത്തിലും ഈ ഒരു വിനാഗിരി ഒഴിക്കുമ്പോഴാണ് ആ ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉപ്പിലിട്ടതില്ലേ, അതിൻ്റെ അതേപോലത്തെ ടേസ്റ്റ് വരിക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഉപ്പിലിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ.